ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരില്ലേ വീട്ടുകാർക്ക് എല്ലാവർക്കും. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാനിന്ന് കൊണ്ടുവന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല, മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഇത് കോഴിക്കോട് സ്പെഷ്യലാണ്. ഇത് കിച്ചടി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചെറുപയർ പരിപ്പാണ്. കിച്ചടി പരിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കോഴിക്കോടൊക്കെ ആണെങ്കിൽ. പിന്നെ പുറത്ത് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് പറയുന്ന പേര് ശരിക്കും ചെറുപയർ പരിപ്പ് എന്നാണ്. അപ്പോൾ ഇതൊരു കപ്പ് നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബസ്മതി റൈസാണ്. അപ്പം അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് ഞാനതിൽ റെക്കോർഡായി പോയിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കപ്പിലൊന്ന് കാണിച്ചു തരാം. ഈ കപ്പിൻ്റെ ഇത്രയും ഭാഗത്താണ് ഞാൻ അരി എടുത്തത്. കൂടുതലെടുത്താൽ നമ്മളിതിൽ ചോറ് മാത്രമായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയാണോ പരിപ്പ് എടുക്കുന്നത് അതിൻ്റെ 1/2 ഭാഗം മാത്രം അരി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അരിയും പരിപ്പൊക്കെ കഴുകുമ്പോൾ നല്ല പോലെ ഇങ്ങനെ ഞരടി കഴുകിയെടുക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പൊടിയും ഒക്കെ ഉണ്ടാവും. പിന്നെ അവരൊക്കെ എങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് നന്നായി ഞരടി എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ചീത്ത വെള്ളമൊക്കെ പോയിട്ട് നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ ഞാൻ പരിപ്പും അരിയൊക്കെ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് മാഗിയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തത്, തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പൊടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തേങ്ങാപ്പാലാണോ ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കുക കേട്ടോ. ഇപ്പോൾ എനിക്കിവിടെ ഫ്രഷ് തേങ്ങാപ്പാൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാക്കറ്റ് പൗഡർ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ എന്തൊരു മധുരം ഉണ്ടാക്കുമ്പോഴും അതിൽ കുറച്ച് ഉപ്പ് ചേർക്കുമ്പോഴേ ആ മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വന്നപ്പോഴേക്കും ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരിയും പരിപ്പും ഒക്കെ ഒന്ന് ഉടഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം ആദ്യം തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഈ അരിയും പരിപ്പൊക്കെ ഇതുപോലെ ഒന്ന് വെന്തുടയുള്ളൂ. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 250 ml ഉണ്ട് കേട്ടോ ഈ തേങ്ങാപ്പാൽ. 250 ml വെള്ളത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൗഡർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല കട്ടി ഉണ്ടാവും പാല്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച കിച്ചടിയിലേക്ക് ഒഴിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചപ്പം കുറച്ചുകൂടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കിച്ചടിയിൽ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗം അടിയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം ഇത് ഓരോ ഭാഗത്ത് ഇങ്ങനെ വെള്ളം കുറവാണെങ്കിൽ അവിടെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങാപ്പാൽ വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ ഇനിയും കൂടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒഴിക്കാനുള്ള ഒരു സീസണിങ് കൂടെ റെഡിയാക്കണം. നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പ്യുവർ ഗീ ആണ്. നല്ല നെയ്യ് വേണം, അല്ലെങ്കിൽ ബട്ടർ. അപ്പോൾ ബട്ടറിൽ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ബട്ടർ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല പ്യുവർ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സവാളയാണ് ചേർക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെറിയ ഉള്ളി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. അതില്ലെങ്കിൽ മാത്രം സവാള ഉപയോഗിക്കുക. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് കിച്ചടി വിളമ്പുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നന്നായി മിക്സ് ചെയ്ത കിച്ചടി ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ വിളമ്പുക. ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോഴേ ആ നെയ്യൊക്കെ അങ്ങനെ അതുപോലെ കെട്ടാതിരിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യും ഉള്ളിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നെയ്യോട് കൂടി തന്നെ ഇത് കഴിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് നാട്ടിൽ എപ്പോഴും കൊടുക്കുന്നത് അധികം പ്രസവിച്ച പെണ്ണുങ്ങൾക്കും അതുപോലെ പ്രായപൂർത്തിയായ കുട്ടികൾക്കുമൊക്കെയാണ്. ആ സമയത്താണ് ഇത് അധികം ഉണ്ടാക്കാറ്. പക്ഷേ അല്ലാതെ ഉണ്ടാക്കും കേട്ടോ. ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ ഉണ്ടാക്കാറുണ്ട്. കാരണം ഇത് ഇഷ്ടപ്പെടുന്നവർക്ക്, മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാൻ നേരം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയ ശേഷം കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. പിന്നെ തടി കൂട്ടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്നും ഇത് ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. അപ്പോൾ തടിയൊക്കെ നന്നായി കൂടിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് കൊടുക്കുക. അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.